ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഷാഹി പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇത് നമ്മൾക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് വേവിച്ചതിന് ശേഷം അരച്ച് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇതിലൊന്ന് ഇത് കശുവണ്ടിപ്പരിപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ടൊമാറ്റോ ഇതെല്ലാതും കൂടി നല്ലപോലെ സോട്ട് ചെയ്തിട്ട് അരച്ചിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പനീറാണ്. പനീർ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതിലേക്കും വെണ്ണ വേണം. വെണ്ണ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ കസൂറി മേത്തി, ഫ്രഷ് ക്രീം, മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് ഷാഹി പനീർ ഉണ്ടാക്കാൻ വേണ്ടത്. ഷാഹി പനീറിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ടൊമാറ്റോ, ഉള്ളി, കശുവണ്ടി പരിപ്പ്, പച്ചമുളക്, ഇഞ്ചി ഒക്കെ കൂടെ നല്ല റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ആദ്യം ഓയിൽ ഒഴിച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്യട്ടെ. നല്ലപോലെ ചുമക്ക ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്നും വടിയാൽ മതി. ഒന്ന് വാടി ഒന്ന് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ചൂടായിട്ട് പിന്നെ ഇത് പേസ്റ്റ് ആക്കണം. ബാക്കി നമ്മൾ വഴിയെ കാണാം ഷാഹി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഞാൻ ഉണ്ടാക്കണ കറിയൊക്കെ. ഓക്കെ, നോർത്ത് ഇന്ത്യൻ സബ്ജി കൂടുതലും ഞങ്ങൾ നോർത്തിലാവുക കാരണം രണ്ടും കഴിക്കും. അത് കാരണം ഒന്ന് ഷാഹി പനീർ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. ഇത് നമ്മളുടെ മസാല തയ്യാറായി വരുന്നുണ്ട്. ഒന്നും കൂടി ഇത് ആയി കഴിഞ്ഞു. ഇതൊന്നെ ഒന്ന് തണുത്തിട്ടൊന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലിടണം, അരച്ചിട്ട്. എന്നിട്ട് പിന്നെ ബാക്കി വഴിയെ കാണിക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ഷാഹി പനീറിനെ വറുത്ത് വെച്ച മസാല വഴറ്റി വെച്ച് അത് തണുത്തു. ഇതിൽ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്, ജാറിൽ. ഇനി അത് നമുക്ക് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം. നല്ലപോലെ അരഞ്ഞു ഇനി മസാല. ഇനി നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് ചൂള കത്തിക്കാം. കത്തിച്ചതിന് ശേഷം ചൂടാവട്ടെ. ഇത് എന്ത് ഇതേ കൺസിസ്റ്റൻസി എല്ലാവരും നല്ലപോലെ പൊടിയണം, അരയണം. അങ്ങനെ ഇതിൽ കഷ്ണമൊന്നും പാടില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടിയിൽ. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ജീരകം ഇടാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ മസാല അതിനകത്തോട്ട് ഇടാം. നല്ലപോലെ ചൂടായി ഈ മസാല. നല്ലപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നവരെ നമ്മളിതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ കുറച്ച്
കുറച്ച് മുളക് പൊടി, നമുക്ക് എരിവിന് കുറച്ച് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ വെജിറ്റബിളിൻ്റെ മസാലയാണ്, വെജിറ്റബിൾ മസാല. ഇതിലെല്ലാതും അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ആവട്ടെ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന മാതിരി എണ്ണ തെളിയണ വരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. വെള്ളം നല്ലപോലെ വറ്റിയതിൻ്റെ ഒക്കെ നമ്മൾ എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം. കുറച്ച് നമ്മൾക്ക് എത്ര വെള്ളത്തിൻ്റെ ആവശ്യം വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മളിത് വല്ലാതെ വേവിക്കുന്നില്ല, കാരണം ഓൾറെഡി വെന്ത മസാലയാണ്. ഇതിലിങ്ങനെ ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇതിൽ വെള്ളം ഒഴിക്കട്ടെ, കുറച്ചും കൂടി ലൂസ് ആക്കണം. ഇതിലോട്ട് ഇനി കുറച്ച് നമ്മുടെ പനീർ ക്യൂബ്സ് ആക്കി വെച്ച പനീർ ഇതിലോട്ട് ഇടണം. പനീർ ഇട്ടു. പനീറിൻ്റെ പുറകെ തന്നെ കസൂറി മേത്തി, പിന്നെ കുറച്ച് മല്ലിയില. എല്ലാതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി കയറാനേ പാടുള്ളൂ. പനീർ അല്ലെങ്കിൽ കല്ലച്ച് പോവും. അങ്ങനെ നമ്മളുടെ പനീറിൻ്റെ ഇത് റെഡിയായി. കുറച്ച് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്നില്ല. ഫ്രഷ് ക്രീം ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാവരും ഈ സബ്ജി ഒന്ന് ഉണ്ടാക്കി നോക്കണം, കാരണം നല്ല സബ്ജിയാണ്. ഇതിൽ നമ്മുടെ എല്ലാ ഫുഡിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും ബാസ്മതി ചുമന്ന അരി ചോറിൻ്റെ കൂടെ പറ്റില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.